നമസ്കാരം. ഇന്നൊരു ബൈബിൾ കഥയാണ് പറയുന്നത്. ഒരു ഫെരീസ്യ പ്രമാണി ഒരിക്കൽ യേശുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചു. യേശു ആ പ്രമാണിയുടെ വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ ആ വിരുന്നുശാല നിറയെ വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വരുന്നവർ ഏറ്റവും മുൻനിരയിൽ തന്നെ പോയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് യേശു അവരോടായിട്ട് ഒരു ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആദ്യ വരുന്നവൻ ഏറ്റവും മുൻപിൽ പോയിരിക്കും. അപ്പോഴാണ് ഈ വിരുന്നുകാരൻ താൻ വിളിച്ച ഒരു വലിയ പ്രമാണി അല്ലെങ്കിൽ വലിയ ഉന്നത സ്ഥാനത്തുള്ള ഒരാൾ അപ്പോൾ അവിടെ വരുന്നത്. അപ്പോൾ ആ മുൻനിരയിൽ നിന്ന് നിങ്ങളെ മാറ്റി ആ പ്രമാണിയെ, ആ ഉയർന്ന ആളിനെ അവിടെ ഇരുത്തുവാൻ ശ്രമിക്കും. അപ്പോൾ മുൻനിരയിൽ പോയിരിക്കുന്ന നിങ്ങൾ പിന്നെ പുറകിൽ വന്നിരിക്കേണ്ടതായി വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴായാലും ഒരു വിരുന്നു സൽക്കാരത്തിനായാലും ഏതെങ്കിലും ചടങ്ങുകൾക്ക് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും പുറകിൽ പോയിരിക്കണം. അപ്പോൾ നിങ്ങളെ വിളിച്ചാൽ അത് കണ്ടിട്ട് നിങ്ങളെ വിളിച്ച് ഏറ്റവും മുൻനിരയിൽ കൊണ്ടിരുത്തും. അപ്പോൾ ആ വന്നവർ നിങ്ങളെ ബഹുമാനിക്കും. മുൻനിരയിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുത്ത് പുറകിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ അപമാനിക്കപ്പെടും. അതിന് അദ്ദേഹം പറഞ്ഞ ഉപമ ഇതാണ്: തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും. ഈ കഥ, ഈ ഉപമ യേശു അവരോട് പറഞ്ഞു, വിനയമുള്ളവരായിരിക്കണം നമ്മൾ, അഹങ്കാരമുള്ളവരാകാൻ പാടില്ല. വിനയമുള്ളവർക്ക് മാത്രമേ വിജയം നേടുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ സൗന്ദര്യത്തിലോ നമ്മുടെ പണത്തിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ നേതൃഗുണത്തിലോ ഒന്നും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അങ്ങനെ അഹങ്കരിച്ചാൽ അത് ഇടിമിന്നൽ വേഗത്തിൽ നമ്മളുടെ നാശമായിരിക്കും, നമ്മുടെ പതനമായിരിക്കും ഉണ്ടാവുക. അതേസമയം നമ്മൾ വിനയമുള്ളവരായാൽ നമുക്ക് നല്ല ജീവിത വിജയമുണ്ടാകും. യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ പുൽത്തൊട്ടിലാണ്. അത് ഒരു വിനയത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ ജനനം തന്നെ. എളിമയാണ് എപ്പോഴും വിജയത്തിൻ്റെ ഉന്നത സ്ഥാനം നമുക്ക് നേടിത്തരുന്നത്. യേശു ഈ ലോകത്ത് അവതരിച്ചത് തന്നെ പാവപ്പെട്ടവരെയും ദുഃഖമനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും മുൻനിരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും കടമ എന്നുള്ളതാണ് ഈ ഉപമയിലൂടെ ക്രിസ്തുദേവൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സംഭവകഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.